നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ബേൺമൗത്താണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 മത്സരം ആരംഭിക്കുന്നത്. റോഡ്രി പോയത് സിറ്റിയെ എങ്ങനെ ബാധിക്കും? ആ വിടവെങ്ങനെ നികത്തും? സിറ്റി ആരാധകർ ആശങ്കയോടുകൂടി നോക്കുന്ന കാര്യമാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആ ചോദ്യം കോച്ച് എൻസോ മറസ്കിയോട് ചോദിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ മറുപടി, റോഡ്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ബാലൻ ഡി ഓർ ഇല്ലല്ലോ, ഇവിടെ വന്നപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടില്ലല്ലോ, ഇവിടെ വന്നിട്ടല്ലേ ഒക്കെ ഉണ്ടാക്കിയത്, അതുപോലെ നമ്മൾ പുതിയൊരു റോഡ്രിയെ കണ്ടെത്തും. ഒരു റോഡ്രി പോയാൽ അടുത്ത റോഡ്രി. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നേരത്തെ ഇവിടെ സിൽവ ഉണ്ടായിരുന്ന സമയത്ത് സിൽവ പോയാൽ പകരം ആര് എന്ന് ചിന്തിച്ചിരുന്നു. KDB ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഡേവിഡ് സിൽവ പോയി, KDB ഇവിടെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ നോക്കാൻ. അഗ്യൂറോ പോകുമ്പോൾ ആര് എന്ന് പലരും ചിന്തിച്ചു. ഹാലൻഡ് വന്നില്ലേ? അതുപോലെ ഒരാൾ പോയാൽ മറ്റേ ആൾ ഉണ്ടാകും എന്നാണിപ്പോൾ കോച്ച് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. റോഡ്രിയുടെ പോക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിൻ്റെ മറുപടി, ട്രൈ ടു ഫൈൻഡ് എ ന്യൂ റോഡ്രി, പുതിയൊരു റോഡ്രിയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. റോഡ്രി ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ബാലൻ ഡി ഓർ ഉണ്ടോ? ഇവിടെ വന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗില്ലല്ലോ, ഇവിടെ വന്ന സമയത്ത് വേൾഡ് കപ്പ് നേടിയിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുത്തു. നൗ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ റോഡ്രിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നത്, കഴിഞ്ഞ രാത്രി ഞാൻ ചിന്തിച്ചു, ഇപ്പം ഡേവിഡ് സിൽവ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഒരു ആശങ്കയിലായിരുന്നു അദ്ദേഹം പോയാൽ ആര് എന്നുള്ളത്. KDB ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സെർജിയോ അഗ്യൂറോയുടെ കാലത്ത് അദ്ദേഹം പോയാൽ ആര് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. എർലിംഗ് ഹാലൻഡ് വന്നില്ലേ? പിന്നെ ഫെർണാണ്ടിഞ്ഞോ, റോഡ്രി, ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായല്ലോ. സോ അത് സ്വാഭാവികമാണ്. അതായത് ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മികച്ച റിക്രൂട്ടിനെ കൊണ്ടുവരും, അങ്ങനെ പുതിയൊരാളെ ഉണ്ടാക്കും. അത്ര തന്നെ ഉള്ളൂ. ഇറ്റ്സ് നോർമൽ, എ ചേഞ്ച്, നോട്ട് എ പ്രോബ്ലം. നമുക്കൊരു മാറ്റമാണ്, അല്ലാതെ ഒരു പ്രോബ്ലമായിട്ട് തന്നെ കാണേണ്ടതില്ല. ജസ്റ്റ് ഗോ അഗെയിൻ ആൻഡ് ട്രൈ ടു ഡു ദി റൈറ്റ് തിങ്സ് എന്നാണ് ഇപ്പോൾ എൻസോ മറസ്ക ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. എങ്കിലും ആരാധകർ ഇപ്പോഴും സംശയത്തിലാണ്. പകരം ആരെങ്കിലും കൊണ്ടുവരുമോ, ആരാവും പകരം എന്നുള്ളത്. അയ്യൂബ് ബുവാദിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സിറ്റി തുടരുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിലാണ്. ഒരു പക്ഷേ എൻസോ ഫെർണാണ്ടസും എത്തിയേക്കാം. അങ്ങനെ വന്നാൽ മധ്യനിരയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കോച്ചും ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.